പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ സുവിശേഷകർക്കെതിരെ ശക്തമായ പോരാട്ടമുള്ള, പ്രത്യേകിച്ച് മുഖം നോക്കാതെ സത്യസുവിശേഷം പറയുന്നവർക്കെതിരെ തിന്മയുടെ ഒരു വലിയ ആധിപത്യം തന്നെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ബിഷപ്പ് മാർ മാരി ഇമ്മാനുവൽ അദ്ദേഹം ഒത്തിരി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷമാകുന്ന ഒത്തിരി വചനപ്രഘോഷണങ്ങൾ, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്, അവനെവിടെയാണ് പാപം വേട്ടയാടുന്നത്, എത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല വലിയൊരു സമൂഹത്തിന് മുൻപിൽ അദ്ദേഹം പ്രഘോഷിക്കുന്നു. ഈ ദിവസം സുവിശേഷ പ്രഘോഷണം നടക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ സത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടോ പെട്ടെന്ന് ഒരു ആയുധവുമായി വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത് പലരും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്? ഇത് ആദ്യമായിട്ടാണോ, അതോ ഈ കാലഘട്ടത്തിൻ്റെയാണോ, അതെയോ പണ്ട് മുതലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. സത്യസുവിശേഷത്തിനെതിരെ ഇത് എന്ന് സുവിശേഷ പ്രഘോഷണം തുടങ്ങിയോ അന്ന് മുതലുണ്ട്. അപ്പസ്തോലന്മാർ മുഴുവൻ ഇത് ഏറ്റെടുത്തവരാണ്. ആദ്യമായി സ്തെഫാനോസ് യേശുവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും പ്രഘോഷിക്കുമ്പോൾ അവനെതിരെ വന്നത് വലിയ അധികാരികളും വലിയ കല്ലേറുമാണ് അവനെ ഏറ്റുവാങ്ങിയത്. അവനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്ന് അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന് ഇത്തരം പീഡനങ്ങളും കഷ്ടതകളും വരുമെന്ന് യേശു തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അവന് വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് വന്ന് പറഞ്ഞു. ആ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത് മത്തായി സുവിശേഷം 16:22. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അതായത് ഇന്ന് സുവിശേഷം പ്രഘോഷിക്കുന്ന ആരെങ്കിലും നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഇതൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, ഇത് ഞങ്ങൾക്കത് വരാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് തന്നെ പത്രോസ് പറഞ്ഞത്. യേശുവിന് ഈ കഷ്ടത വരാതിരിക്കട്ടെ, ഈ പ്രതിസന്ധി വരാതിരിക്കട്ടെ, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു തിരിച്ചും മറുപടി പറഞ്ഞു. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുൻപിൽ നിന്നും പോകുക. എന്തുകൊണ്ടാണ് യേശു പത്രോസിനോട് സാത്താനെ എൻ്റെ മുന്നിൽ നിന്നും പോകുക എന്ന് പറഞ്ഞത്? കാരണം അവൻ്റെ അധരത്തിൽ നിന്ന് വന്ന വാക്ക് ദൈവീകമല്ല എന്ന് യേശു മനസ്സിലാക്കി. കാരണം സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ, സത്യം പ്രഘോഷിക്കുമ്പോൾ അവന് പീഡനങ്ങളുണ്ടാകും, ചില പ്രതിസന്ധികളുണ്ടാകും, ഒരുപക്ഷെ മരണം തന്നെ വന്നേക്കാമെന്ന് യേശുവാണ് ആദ്യം സുവിശേഷകരുടെ മുൻപിൽ പറയുന്നത്, അല്ലെങ്കിൽ പത്രോസിൻ്റെ മുൻപിൽ പറയുന്നത്. പ്രേമങ്ങളെ ശ്രദ്ധിക്കുക. പിന്നീട് പത്രോസിനെ അധികാരികൾ തടഞ്ഞു നിർത്തി. അധികാരികൾ പറഞ്ഞു, നിങ്ങൾ യേശുവിനെക്കുറിച്ചൊരു വാക്കുപോലും പറയരുത്. പുരോഹിത പ്രമുഖന്മാരും സന്നദ്ധ സംഘവും പത്രോസിനെ വിളിച്ചു നിർത്തി, ഇനി നീ യേശുവിനെക്കുറിച്ചൊരു വാക്ക് പറയരുതെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ ബഹുമാനിക്കേണ്ടത്. ദൈവം ഞങ്ങളോട് പറഞ്ഞു. മത്തായി സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. ആകാശത്തിൻ്റെയും ഭൂമിയും സ്വർഗത്തിൻ്റെയും അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുക. നിങ്ങൾ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുവിൻ. ദൈവമാണ് നമുക്ക് അധികാരം നൽകിയത് സുവിശേഷം പ്രഘോഷിക്കാൻ. പക്ഷേ അവിടെ തന്നെ കർത്താവ് നമുക്ക് നൽകുന്നൊരു മുന്നറിയിപ്പുണ്ട്, മരണം പതിയിരിക്കുന്നു. നിങ്ങളെ കൊല്ലാൻ തിന്മയുടെ ആധിപത്യമുള്ള ലോകത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ അധിപം നിങ്ങൾക്കെതിരെ വരും. പക്ഷേ ഇത് പ്രകാശത്തിൻ്റെ സമയമാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ട സമയമാണ്. രക്തസാക്ഷികൾ എത്രത്തോളം വളരുന്നുവോ അല്ലെങ്കിൽ എത്രത്തോളം വരുന്നുവോ അത്രത്തോളം സുവിശേഷവും പ്രഘോഷിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ സുവിശേഷം അത് മാറ്റമില്ല. ഒരു ബിഷപ്പ് മാരി ഇമ്മാനുവലിനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ, ഒരു സുവിശേഷകനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആയിരക്കണക്കിന് യുവാക്കൾ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സത്യസുവിശേഷം ഒരു കാലത്തും അത് മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല, അത് മറയ്ക്കാൻ സാധിക്കത്തില്ല എന്ന് ഈ സംഭവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. മാത്രമല്ല, ഇദ്ദേഹം ലോകം ഒരു തിന്മയിലേക്ക് കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് സെയിം സെക്സിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തുവിൻ്റെ സഭയെന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കി. സെയിം സെക്സിനെ പുരോഹിതൻ ആശീർവദിച്ച് വിടണമെന്ന് ഒരു പ്രസ്താവന ഇറക്കി.
പലരും അതിനെ മൗനം ഭജിക്കുകയായിരുന്നു, ഒരു വാക്കും ഇത് ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇദ്ദേഹം കൃത്യമായി അതിനെതിരെ പ്രസ്താവന നടത്തി. അദ്ദേഹം അതിന് പറയുന്ന വാക്കും ഇത് തന്നെയാണ്. പത്രോസിലൂടെ തിന്മ സംസാരിച്ചു, അല്ലെങ്കിൽ പിശാച് സംസാരിച്ചു, യേശു അതിനെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ജൂറിസ്ഡിക്ഷൻ അല്ല എങ്കിൽ കൂടെ ഇതാ ഞാൻ പറയുക, പ്രിയ പോപ്പേ, പ്രിയ ഫ്രാൻസിസ് പോപ്പേ, നിങ്ങൾ തിരുത്തണം. കാരണം ഒരുപക്ഷെ നിങ്ങളിലൂടെ തിന്മ സംസാരിക്കുന്നതായിരിക്കാം, ദൈവവചനം അതിനെ അനുകൂലിക്കുന്നില്ല, ക്രിസ്തുവോ അപ്പസ്തോലന്മാരോ സത്യസുവിശേഷമോ അതിനെ അംഗീകരിക്കുന്നില്ല, അതിനെ അനുവദിക്കുന്നില്ല, സെയിം സെക്സിനെ ആശീർവദിക്കരുത്. അതുകൊണ്ട് ആ തീരുമാനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രിയപ്പെട്ട ബിഷപ്പ് മാരി ഇമ്മാനുവൽ അദ്ദേഹം ബെഗ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ വാക്ക് അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ഈ തീരുമാനത്തെ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ, ഒരു വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത്. ഇതുപോലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സമൂഹത്തിന്, കാരണം ഈ പറയുന്ന കാര്യം നമുക്കറിയാം, TB ജോഷുവിനെ പോലെയുള്ള ശക്തരായ സുവിശേഷകർ ഈ സെയിം സെക്സ് എന്ന് പറയുന്ന സംഭവത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനെതിരെ ആക്രമണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങളുണ്ടായി, വലിയ പ്രതിസന്ധികളുണ്ടായി. യൂട്യൂബ് ചാനൽ വരെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ വലിയ പ്രതിസന്ധി അദ്ദേഹം ഉൾക്കൊള്ളേണ്ടി വന്നു. ഇതുപോലെ തന്നെ ഇത്തരം ലോകത്തിൻ്റെ അധിപതികൾ ഇന്ന് സത്യസുവിശേഷകർക്കെതിരെ വന്നിരിക്കുക. ഇദ്ദേഹം ഇത് പറഞ്ഞത് ഒരുപക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ കർത്താവിൻ്റെ സുവിശേഷം അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതാണ് അപ്പസ്തോലൻ പത്രോസ് പറഞ്ഞത്, ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കുന്നത്, അല്ലാതെ മനുഷ്യരെയല്ല അനുസരിക്കേണ്ടത്. ഇദ്ദേഹത്തിലൂടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വന്ന ഈ പ്രതിസന്ധി ഇന്ന് അനേകർക്കത് പ്രചോദനമാകട്ടെ, സത്യസുവിശേഷം പ്രഘോഷിക്കുവാൻ അനേകരെ ദൈവം ഉണർത്തട്ടെ. I'm addressing Pope Francis directly, and may the Lord have mercy on me, but I'm addressing him with absolute love and humility. In the eyes of the world, you are Catholic, and I am Orthodox, but in the eyes of the Lord, we are his children. We are all Christians, but the truth hurts all the time. I'm really sorry, dear Pope, but you do not have the jurisdiction to do such an act. So if Satan spoke through Simon Peter, do you think Satan cannot speak through me or through you? Yes, he can. My beloved Pope, I am begging you to withdraw this entire document, because all it has done, it has caused an absolute chaos, an absolute disorientation, an absolute division within our beloved the Catholic Church, let alone Christendom as a whole. Because to the world, we are all Christians. The world don't say, this guy is a Catholic, this guy is an Orthodox. No, we are all Christians. So they're going to say, look at the Christians, what they are doing. Now we can see within the Catholic Church, bishops going against the Pope and other bishops. Priests talking different things. One says it is okay, the other says no, it is not okay. So there is already a division within our beloved Catholic Church. The Church doesn't need any more divisions, chaos, because we have enough in our place. Enough. We don't need any more. And when it comes to God, there is no authority on earth that can override what God has not blessed. No one. When God himself created the human being, he created Adam, and out of Adam Eve. He called them male and female. And he said to the male and the female, unite and then have children, multiply, increase and fill the whole earth. God said, I, God, created this human race, male and female, and I blessed this union of marriage between a male and a female. The blessing can only be given to a union in a matrimonial union when there is a male and a female. God can never
ever go against himself and against his word. Therefore, God will never bless a marital union between same sex. Impossible. പ്രേമമുള്ളവർ, ഇന്ന് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നെങ്കിൽ സത്യസുവിശേഷത്തിനെതിരെ തിന്മ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. സത്യസുവിശേഷം ലോകമെങ്ങും പ്രചരിക്കപ്പെടട്ടെ.